ഇന്ത്യയിലെ കേരളത്തിലെ മലബാർ തീരത്തോട് ചേർന്നുള്ളൊരു നഗരമാണ് നമ്മുടെ കോഴിക്കോട്. കോഴിക്കോട് എന്നത് കാലിക്കറ്റ് എന്ന പേരിലും പ്രസിദ്ധമാണ്. കേരളത്തിലെ മൂന്നാമത്തെ വലിയ നഗരവും കോഴിക്കോട് ജില്ലയുടെ ആസ്ഥാനവുമാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്ന മലബാർ ജില്ലയുടെ തലസ്ഥാനമായിരുന്നു കോഴിക്കോട്. കേരളത്തിൽ തന്നെ ഇന്ത്യയിലെ പുരാതന തുറമുഖ നഗരമാണെന്നും കോഴിക്കോട് അറിയപ്പെടുന്നു. പരമ്പരാഗത പ്രാചീന കാലത്തും മധ്യകാലഘട്ടത്തിലും വ്യാപാരത്തിൻ്റെ ആസ്ഥാനമെന്ന നിലയിലും കോഴിക്കോട് നഗരം പ്രാധാന്യം കൊണ്ടതാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ നഗരമെന്ന പേരിലും കോഴിക്കോട് അറിയപ്പെട്ടിരുന്നു. അറബികളും തുർക്കങ്ങളും ഈജിപ്തുകാരും ചൈനക്കാരും തുടങ്ങിയ വിദേശീയർ ഇവിടെ വ്യാപാരം നടത്തിയിട്ടുണ്ട്. കോഴിക്കോട് എന്നറിയപ്പെടുന്നത് സ്വതന്ത്ര നാട്ടുരാജ്യങ്ങളുടെ തലസ്ഥാനവും മുൻ മലബാർ ജില്ലയുടെ തലസ്ഥാനവുമായിരുന്നു. 1957 ജനുവരി 1 കോഴിക്കോട് ജില്ല നിലവിൽ വന്നത്. 2009 ജനുവരിയിൽ വിശപ്പ് രഹിത കോഴിക്കോട് പദ്ധതി ആരംഭിക്കുകയും ചെയ്യപ്പെട്ടു. 2023 നവംബർ 1 കോഴിക്കോടിന് യുനെസ്കോയുടെ സാഹിത്യ പദവി ലഭിച്ചത്. ഈ നേട്ടം കൈവരിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ നഗരമാണ് നമ്മുടെ കോഴിക്കോട്. SM സ്ട്രീറ്റ്, മിഠായി തെരുവ് അഥവാ സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ് എന്ന പേരിലും അറിയപ്പെടുന്നു. ഇന്ത്യയിലെ കേരളത്തിൽ തന്നെ കോഴിക്കോടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റാണ് മിഠായി തെരുവ്. തെരുവ് ഒരു കാൽനട മേഖലയാണ്. ഷോപ്പിംഗ് സ്ഥലങ്ങൾക്കിടയിൽ 160 വർഷം പഴക്കമുള്ള അഗ്നിക്ഷേത്രവും ഇവിടെയുണ്ട്. മധുര പലഹാരങ്ങളും ഹൽവകളും വർണ്ണാഭമായ സ്റ്റാളുകളും കൊണ്ട് നിറഞ്ഞിരുന്ന കാലത്താണ് SM സ്ട്രീറ്റിന് മിഠായി തെരുവ് എന്ന പേര് ലഭിച്ചത്. തെരുവും തെരുവിനെ മുറിച്ച പാതകളും കോഴിക്കോടിലെ ഏറ്റവും തിരക്കുള്ള കച്ചവട സ്ഥലമാണ്. വളരെ പഴക്കമാർന്ന ബേക്കറികൾ ഈ തെരുവിലുണ്ട്. കോഴിക്കോടിലെ ഹൽവയും നേത്രക്ക ഉപ്പേരിയും ഈ മിഠായി തെരുവിൽ പ്രശസ്തമാണ്. കോഴിക്കോട് നഗരത്തിൽ തന്നെ ഏറ്റവും കൂടുതലുള്ള വിൽപ്പനശാലയുള്ള സ്ഥലമാണ് SM സ്ട്രീറ്റ് എന്ന മിഠായി തെരുവ്. വിവിധ ഇനങ്ങളിൽപ്പെട്ട ഒട്ടേറെ വിഭവങ്ങൾ മിഠായി തെരുവിൽ വിപണനം ചെയ്യപ്പെടുന്നുണ്ട്. അതിലേറ്റവും കൂടുതൽ മിഠായി തെരുവിൽ പ്രധാനമായിട്ടുള്ളത് കോഴിക്കോടൻ ഹൽവയും അതും മധുരമാർന്ന വർണ്ണാഭമായ പലതര വിഭവങ്ങൾ കൊണ്ടുണ്ടാക്കിയതും പലതര രുചികളിലും കളറുകളുമായി അതിൻ്റെ മധുര ഭംഗി ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. മിഠായി തെരുവിന് പ്രാധാന്യമുണ്ടായത് മധുരമാർന്ന ഹൽവയുടെ സ്വാദ് കാരണമാണ്. ചുവന്ന നെയ് ഹൽവ എല്ലായിടത്തും ഉണ്ടായിരുന്നു. SK പൊറ്റക്കാട്ടിൻ്റെ അഭിപ്രായത്തിൽ മധുരമുള്ള ഹൽവ മാംസം മുറിച്ചതുപോലെയായിരുന്നു. ഇത് തെരുവിന് സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ് എന്ന പേരിടാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചു. മലബാർ ചിപ്സ് എന്നറിയപ്പെട്ടിരുന്ന വറുത്തക്കായാണ് മറ്റൊരു വിഭവം. ഉപ്പേരി വറക്കുന്ന 100 കണക്കിന് കടകൾ തന്നെ ഇവിടെയുണ്ട്. ഈ തെരുവിൻ്റെ മറ്റൊരു ആകർഷണം തെരുവിൻ്റെ കഥാകാരനായ SK പൊറ്റക്കാട്ടിനുള്ള ആദരവാണ്. കഥാപാത്രങ്ങളായ ഓമഞ്ചി ഉൾപ്പെടെയുള്ളവരെയും ഇവിടെ ചുവരിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. കഥാസന്ദർഭങ്ങളും ചിത്രങ്ങളിൽ കാണാം. കോഴിക്കോട് ബീച്ച്. സൂര്യാസ്തമയം കാണാൻ നഗരത്തിനുള്ളിൽ നിന്നും അകലെ നിന്നും ധാരാളം പേർ എത്തുന്ന സ്ഥലമാണ് കോഴിക്കോട് കടൽ തീരം. കടൽ തീരത്തിനടുത്തുള്ള ചെറു കടകളിൽ നിന്ന് കടൽ വിഭവങ്ങൾ രുചിക്കാൻ എത്തുന്നവരും ഏറെയാണ്. കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ ഒരു കടൽ തീരമാണ് കോഴിക്കോട് കടപ്പുറം. ഈ കടൽ തീരം അതിൻ്റെ പ്രകൃതി സൗന്ദര്യത്തിന് പേരുകേട്ടതാണ്. 1934 മഹാത്മാഗാന്ധി കുട്ടികൾക്കായി കോഴിക്കോട് സന്ദർശിച്ചതിനു ശേഷം ബീച്ച് റോഡിനും ഗാന്ധി റോഡിനും പുനർനാമകരണം ചെയ്തു. കോഴിക്കോട് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് കോഴിക്കോട് ബീച്ചാണല്ലേ. കേരളത്തിൽ തന്നെ അതിമനോഹരമായ ബീച്ചുകളിൽ ഒന്നാണ് കോഴിക്കോട് ബീച്ച്. കോഴിക്കോട് നഗരത്തിലെത്തുന്നവരാരും ബീച്ച് കാണാതെ പോകാറില്ല. സൗത്ത് ബീച്ചിൻ്റെ ചുമരുകളിൽ കോഴിക്കോടിൻ്റെ കലാ സാംസ്കാരിക ചരിത്ര ചിത്രങ്ങളായി സഞ്ചാരികൾക്ക് മുന്നിലെത്തിച്ചിരിക്കുന്നു. പൊതുയോഗങ്ങൾ നടത്തുന്നതിനുള്ള പ്രധാന സ്ഥലമാണ് കോഴിക്കോട് ബീച്ച്. ജൂലൈ 1 കോഴിക്കോട് ബീച്ചിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത്. കോഴിക്കോട് ബീച്ച് അഥവാ കാലിക്കറ്റ് ബീച്ച് കോഴിക്കോടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് മലബാർ തീരത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്.
മാനാഞ്ചിറ മൈതാനം കേരളത്തിലെ കോഴിക്കോട് നഗരത്തിൽ മധ്യത്തിലുണ്ടായിരുന്ന പ്രശസ്തമായ മൈതാനമാണ് മാനാഞ്ചിറ മൈതാനം. നിരവധി ദേശീയ അന്തർദേശീയ ഫുട്ബോൾ മത്സരങ്ങൾ ഇവിടെ അരങ്ങേറിയിട്ടുണ്ട്. കോഴിക്കോട് ഫുട്ബോൾ സംസ്കാരവുമായി ആഭേദ്യ ബന്ധമുള്ളൊരു മൈതാനമായിരുന്നു മാനാഞ്ചിറ മൈതാനം. മലബാർ രാജാക്കന്മാരായിരുന്ന സാമൂതിരിമാരുടെ കൊട്ടാരത്തിന്റെ പ്രധാന മുറ്റമായിരുന്നു മാനാഞ്ചിറ മൈതാനം. ചതുരത്തിന്റെ തെക്കുഭാഗം പച്ചപ്പുല്ല് വിരിച്ചതും വടക്കുഭാഗം വലിയ മരങ്ങൾ നിൽക്കുന്നതുമാണ്. മൈതാനത്തിന്റെ ചുറ്റും ലാറ്ററൈറ്റ് ചെങ്കല്ല് കൊണ്ടുള്ള മതിലുകൾ